സോ ഹായ് എവരി വൺ. ഇപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെയിൽവിൻഡിന്റെ കമ്പോണന്റ് ലൈബ്രറീസിനെ കുറിച്ചാണ്. അപ്പോൾ ടെയിൽവിൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു ഫ്രെയിംവർക്കാണ്. അത് വെച്ചിട്ട് നമ്മൾ CSS എളുപ്പമാക്കി. ഇനി നമ്മളിവിടെ കമ്പോണന്റ് ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെയിൽവിൻഡ് യൂസ് ചെയ്തിട്ട് ഓൾറെഡി പ്രീ ബിൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് ഫങ്ഷനാലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഒരു സംഭവമാണ് ഫ്ലോബൈറ്റ്. ഓക്കെ, flowbyte.com എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റ് ഉണ്ട്. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പോണന്റ് ലൈബ്രറീസ് ഉണ്ടാക്കുന്ന ഒരു ടീമാണ് ടെയിൽവിൻഡ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, സോ നമ്മൾ ഇതിന്റെ ഡോക്സിൽ നോക്കാം നമുക്ക്. ഓക്കെ, ഡോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് പ്ലെയിൻ ടെയിലിന്റെ തന്നെ നമ്മൾ ഇത് വെച്ചിട്ട് ചെയ്ത് കണ്ടില്ലേ, ഓൾറെഡി അലേർട്സ്. ഇപ്പൊ അലേർട്സ് എടുത്തു കഴിഞ്ഞാൽ വേണ്ട, ഓൾറെഡി പല പല രൂപത്തിൽ എങ്ങനെ അലേർട്സ് കാര്യങ്ങൾ സെറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ഇവർ ഓൾറെഡി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഈ കോഡ് എന്ത് ചെയ്താൽ മതി, നേരെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോരോ കാര്യങ്ങൾ ഉപയോഗിക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ കാർഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ കാർഡ് നമ്മൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇത് നേരെ കോപ്പി ചെയ്യുക, ഇവിടെ നമ്മളിപ്പോ പേസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചോ. അതെ, ഇത് കണ്ടില്ലേ, ഈ കാർഡ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. നമുക്കിത് ഒന്നിലേക്ക് കമ്പോണന്റ് ആക്കാം, അല്ലെങ്കിൽ നേരെ ചെയ്യാൻ രൂപത്തിൽ. ഏതാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇനി ഇപ്പൊ നമ്മളിപ്പോ ഇതാണ് ബേസിക്കലി കമ്പോണൻസ്. പലതരത്തിലുള്ള കമ്പോണൻസ് ഉണ്ട്, ഇഷ്ടംപോലെ കമ്പോണൻസ് ഉണ്ട്. ഫോംസ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഇപ്പൊ ഫോംസിലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് പലതരത്തില് ഫോം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇങ്ങനെയാണ് ഇതൊക്കെ വെറുതെ കോപ്പി ചെയ്തിട്ടാൽ മതി, നമുക്ക് കമ്പോണൻസ് ഓൾറെഡി. ഇനി ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ബ്ലോക്കുകളുണ്ട്. അത് ഈ ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ഇറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ബ്ലോക്സ് എന്നൊരു പറഞ്ഞു തരും. ഇത് മച്ച് മോർ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോ സെക്ഷനിൽ, ഇപ്പൊ ഈ ഹീറോ സെക്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഓൾറെഡി പ്രീ ബിൽഡ് ആയിട്ട് വെച്ചാണ് ഒരു ഹീറോ സെക്ഷൻ ഉണ്ട്. കണ്ട, ഹെഡിങ്ങും കാര്യങ്ങളും ലേൺ മോറൊക്കെ ആയിട്ട് കണ്ട. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഇതെങ്ങനെ യൂസ് ചെയ്യും, ഇവിടെ ഷോ കോഡ് എന്നൊരു സാധനമുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ കോഡ് വരും, നേരെ പേസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. പിന്നെ താഴത്തോട്ട് പോകുമ്പോൾ അൺലോക്ക് ദ കോഡ് എന്ന് പറയുന്നത് പേയ്മെന്റ് ഉള്ളതാണ്, ഇതിന്റെ പ്രോ വേർഷൻ ആണ്. നമുക്ക് ഫ്രീ ആയിട്ടുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഇഷ്ടം പോലെ ഉണ്ട്, ഓരോന്നിനും കണ്ടന്റ് സെഷൻസ് ഉണ്ട്. നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരെണ്ണമാണ് ലോഗിൻ ഫോം. കണ്ട, ലോഗിൻ ഫോംസ് എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്കലി ഇത് കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു ലോഗിൻ ഫോം അതേപോലെ തന്നെ കിട്ടും. നമുക്ക് ഷോ കോഡ് അടിക്കുക, നേരെ വെച്ചാൽ നമുക്ക് ഇനി എന്തെങ്കിലും ചേഞ്ചോ കാര്യങ്ങളോ വരുത്തണമെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് ഡയറക്റ്റ്ലി കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, സോ അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്, നമ്മളിപ്പോ ഒരെണ്ണം ഇംപ്ലിമെന്റ് ചെയ്യാൻ പോണതാണ് ഫൂട്ടർ. കണ്ട, നമ്മൾ ഫൂട്ടർ സെക്ഷൻസ് എന്നൊരു സാധനമുണ്ട്. എന്നിട്ട് നമ്മളിപ്പോ ഇത് കണ്ടില്ലേ, താഴെ നമ്മുടെ ഈ നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന ഈ താഴെ കൊടുത്തേക്കുന്ന ഇത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യും, footer.jsx എന്നൊരു ഫയൽ ഉണ്ടാക്കി, എന്നിട്ട് RAFCE, എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഫൂട്ടറിന്റെ ഇവിടുത്തെ ഈ കോഡില് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫൂട്ടർ കോഡാണ്. നേരെ എന്ത് ചെയ്തു, കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, ഇനിയിപ്പോ ഈ ഫൂട്ടർ നമ്മൾ app.jsൽ വിളിച്ചു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ. ഇപ്പൊ ഫൂട്ടർ എന്ന് പറഞ്ഞ ആളെ നമ്മൾ വിളിച്ച്, മനസ്സിലായില്ലേ. ഇനിയിപ്പോ എന്ത് ചെയ്യാം, നമ്മൾ റിയാക്റ്റിൽ കണ്ട ഇവിടെ ഫൂട്ടർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കളറും കാര്യങ്ങളൊക്കെ മാറ്റാം. ഇവിടെ ഇപ്പൊ ടെക്സ്റ്റ് വൈറ്റ്, BG വൈറ്റ് എന്നുള്ളത് BG ബ്ലാക്ക് എന്നാക്കുക. ഈ ഡാർക്ക് എന്ന് ബേസിക്കലി മീൻ ചെയ്യണ ഡാർക്ക് മോഡിൽ ഇത് എങ്ങനെ ഇരിക്കും കേട്ടോ. നമുക്ക് വൈറ്റ് മോഡ് ഡാർക്ക് മോഡ് ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ബ്ലാക്ക് ആക്കി. ഇനി അതിപ്പോ ഫ്ലോ വൈറ്റ് എന്ന് പറഞ്ഞതിന് വരെ എന്ത് ചെയ്യും,
ബേസിക്കലി പല പല സ്റ്റൈലുകളും പല പല കാര്യങ്ങളിലുമാണ് ഇത് കൊടുത്തേക്കണം. ഫ്ലോവൈറ്റ് എന്ന് പറയുന്നതിന് വരെ നമുക്ക് നെറ്റ്ഫ്ലിക്സ് വെക്കാം, അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിന്റെ ലോഗോ കൊണ്ടുവന്ന് വെക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, സിമ്പിൾ ആസ് ദാറ്റ്. വളരെ കൂളായിട്ട് നമുക്ക് ഓരോരോ ഫീച്ചറും കാര്യങ്ങളും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിലും വളരെ സിമ്പിളാണ്. ഓക്കെ, നമുക്കിപ്പോൾ നെറ്റ്ഫ്ലിക്സിന്റെ ഇമേജ് ആണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് കോപ്പി ചെയ്യുക. കോപ്പി ഇമേജ് അഡ്രസ്, കണ്ടില്ലേ, നമുക്കിവിടെ നെറ്റ്ഫ്ലിക്സ് എന്നുള്ള സുഖമായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഈ ഓരോരോ ലിങ്ക്സ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും. ഓക്കെ, എ സോഫ്റ്റ്വെയർ ടു വാച്ച് മൂവീസ് എന്ന് പറഞ്ഞ് ഞാൻ എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പലതരത്തിലുള്ള ലിങ്ക്സ് ഉണ്ട്, അത് ഏത് വേണമെങ്കിലും ഇരുന്നോട്ടെ. ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നെറ്റ്ഫ്ലിക്സ് നോക്കി കണ്ട, ഇതെല്ലാം ക്ലിയർ ആയിട്ട് നമുക്ക് ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതാണ് എന്തെന്ന് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കമ്പോണന്റ് ലൈബ്രറി. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരു പാർട്ടാണ് ഫ്ലോബൈറ്റ് റിയാക്ട് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോ നോർമലി CSS ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിപ്പോ ചില ചില പാർട്ടുകളുണ്ട്. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ കാണിച്ചു തരാം. നമുക്ക് ഇപ്പോ കമ്പോണൻസ് ഉണ്ട്, ചില ചില കമ്പോണൻസ് ഉണ്ട്. അക്കോഡിഷൻ എന്ന് പറയും. ഇപ്പൊ അക്കോഡിഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതാണ്. ഇപ്പൊ നമ്മളൊരു സാധനം ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആവും, ക്ലോസ് ആവും, ഈ സാധനങ്ങൾ വരും. അപ്പൊ ഇവിടെ എന്തുണ്ട്, CSSഉം ജാവാസ്ക്രിപ്റ്റും കൂടി ഇൻബിൽഡ് ആയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ എന്ത് വേണം, നമുക്ക് ഇഷ്ടം പോലെ വർക്ക് ചെയ്യാനാണ്. അപ്പൊ നമുക്കിത് അറിയാൻ എന്താണെന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാനായിട്ട് ബേസിക്കലി എന്ത് ചെയ്താൽ മതി, സിമ്പിളായിട്ട് ഈ പറഞ്ഞ ഫ്ലോബൈറ്റ് റിയാക്ട് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. അപ്പൊ എങ്ങനെ ഈ സാധനം കൊണ്ടുവരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോ ഫ്ലോബൈറ്റ് റിയാക്ട് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അത് എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ ഇവിടെ പോകുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, npm i ഫ്ലോബൈറ്റ് റിയാക്ട് എന്ന് പറഞ്ഞ സാധനം ഇൻസ്റ്റാൾ ചെയ്യും. ഇതെന്തിനാണ്, ജാവാസ്ക്രിപ്റ്റിലുള്ള രൂപത്തിലുള്ള നമുക്ക് കറൗസൽ എന്ന് വെച്ചാൽ സ്ലൈഡർ ഇങ്ങനെ ഇമേജ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അക്കോഡീഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ നമ്മളത് എന്തിനാ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോ ഇത് കണ്ടില്ലേ, ഇതൊരു അക്കോഡീഷൻ ആണ്. ഈ അക്കോഡീഷൻസ് എങ്ങനെ സെറ്റ് ചെയ്യാം, ഇതാണ് നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിപ്പോ ഇൻസ്റ്റലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഇത് ഫിനിഷ് ആയിട്ടുണ്ട്, ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരെ എന്ത് ചെയ്യുക, ഫ്ലോബൈറ്റിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഇനി നമുക്ക് രണ്ട് കാര്യം കൂടി ചെയ്യാനുണ്ട്. കോൺഫിഗിൽ ചെന്നിട്ട് നമ്മളിപ്പോ കണ്ടന്റ് ഇരിപ്പുണ്ടല്ലോ, അത് കണ്ടന്റിന്റെ അകത്തോട്ട് വേറൊരു ഭാഗം കൂടി ആഡ് ചെയ്യണം. അതെന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ പോയിട്ട് നമ്മളിപ്പോ ഇരിക്കുന്ന കണ്ടന്റ് ഇതാണല്ലോ, ഈ പറഞ്ഞ സാധനത്തിന്റെ ഇതൊരു സ്ക്വയർ ബ്രാക്കറ്റ് array ആണല്ലോ, അതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു കണ്ടന്റും കൂടി ആഡ് ആക്കും. ഓക്കെ ഓക്കെ, ഇതും കൂടെ ആഡ് എന്ന് വെച്ചാൽ ഈ ഫ്ലോബൈറ്റ് റിയാക്റ്റും കൂടെ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഫ്ലോബൈറ്റ് റിയാക്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്ലഗിനാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പ്ലഗിൻസിന്റെ അകത്ത് റിക്വയർ ഫ്ലോബൈറ്റ് റിയാക്ട് എന്നും കൂടെ കൊടുക്കണം. ഓക്കെ, ഇത് തുറന്നിട്ട് ഇതിൻ്റെ അകത്ത് പേസ്റ്റ് ചെയ്യാം. എറേഴ്സും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു വാർണിംഗ് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലോബൈറ്റ് റിയാക്ടിന്റെ കൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. നമുക്ക് ഒരെണ്ണം ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കമ്പോണൻസിന്റെ അകത്ത് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരെണ്ണമാണ് അക്കോഡീഷൻ. അപ്പൊ അക്കോഡീഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും തുറക്കുകയും അടയുകയും ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ കോഡ് ഒന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് സെർവർ TS6 ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ് നമ്മൾ വേറെ ഒന്നും നമ്മൾ നോക്കണ്ട, ഈ അക്കോഡീഷന്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോ കോപ്പി ചെയ്തു. എന്നിട്ട് നമ്മളിപ്പോ ഒരു SRCയിൽ ഇപ്പോ ഞാൻ ഒരു സാധനം ഉണ്ടാക്കുകയാണ്, FAQ
ഡോട്ട് JSX FAQ ആണ്. FAQ എന്ന് വെച്ചാൽ ഫ്രീക്വന്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് കേട്ടോ. ഞാൻ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കും. അതെ, ഞാനിവിടെ FAQ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോ ഞാൻ ചെയ്യാൻ പോണ കാര്യം എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ഇപ്പൊ FAQ എന്ന് പറഞ്ഞ സാധനത്തിനെ വിളിച്ചു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ സാധനത്തിനെ എക്സ്പോർട്ട് ചെയ്യും. എക്സ്പോർട്ട് ഡിഫോൾട്ട് FAQ എന്ന് പറഞ്ഞു. അറിയാലോ നമുക്ക് ബേസിക്കലി ഒരു ഫംഗ്ഷൻ എഴുതുക, അതിൻ്റെ അകത്ത് അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, ഞാൻ എക്സ്പോർട്ട് ചെയ്യാം. ഇത് app.jsൽ പോയിട്ട് നാവാറിനെ ഫൂട്ടറിനെ നമുക്കിടയിൽ എന്ത് ചെയ്യാൻ വിളിക്കാം, ഇങ്ങനെ വിളിക്കാനും പറ്റൂട്ടെ. FAQ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ട, ഇപ്പോൾ ഓൾറെഡി ഉള്ളതാണ് ഇങ്ങനെ വരും. അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തോളും, എടുത്തോളും. ഓക്കെ, ഇപ്പൊ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരണില്ല. അപ്പൊ കണ്ടില്ലേ, ഇത് ഓപ്പൺ ആവാണ്ട് ക്ലോസ് ആവാനും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് റിയാക്ട് ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന രൂപത്തിലുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതിൽ കൊണ്ടുവരാൻ പറ്റും. ഇതേപോലെയുള്ള ലൈബ്രറീസ് ഉപയോഗിക്കും. ഓക്കെ, ഇതൊരു ജാവാസ്ക്രിപ്റ്റും കൂടെ ഇൻബിൽഡ് ആയിട്ടുള്ളതാണ്. വെറും ഫ്ലോബൈറ്റ് റിയാക്ട് എന്ന് പറയുമ്പോൾ ജാവാസ്ക്രിപ്റ്റും കൂടെ ഇൻബിൽഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് ഒന്ന് ഇച്ചിരൂടെ ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഈ അക്കോമഡേഷൻ എന്ന് പറഞ്ഞ സാധനത്തിന് ഞാനൊരു ഡിബിന്റെ അകത്താക്കും. ഓക്കെ, എന്നിട്ട് ഞാനത് ഫോർമാറ്റ് ചെയ്യുന്നു. ആദ്യം ഒരു ഡിബിന്റെ അകത്ത് എന്ത് ചെയ്യും, ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്നിട്ട് കണ്ട, ഫ്രീക്വന്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. എന്നിട്ട് ഈ സാധനത്തിന്റെ ഇപ്പൊ ഡിബാക്കിയാൽ ഏതായാലും കുഴപ്പമില്ല. ടെക്സ്റ്റ് ഒരു 3x കൊടുത്തു, ഫോണ്ട് ബോൾഡ് കൊടുത്തു, ബോൾഡ് ആവാൻ വേണ്ടിയിട്ട്. ഈ സാധനം ഒന്ന് സെന്ററിൽ എത്തണം. അതിനുവേണ്ടി എനിക്ക് ഉപയോഗിക്കാവുന്നതാണ് ടെക്സ്റ്റ് -സെന്റർ എന്ന് ഉപയോഗിക്കാം. എന്ത് ചെയ്തു, സെന്ററിൽ വന്നു. ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊക്കത്തുനിന്നും താഴത്തുനിന്നും കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്യാനുണ്ട്. ഒരു ഡിസ്റ്റൻസ് ഒന്ന് കൂട്ടണം. അതിന് വേണ്ടിയിട്ട് മാർജിൻ Y. ഓക്കെ, എന്ന് വെച്ചാൽ Y ആക്സിസിൽ മാർജിൻ ഇടുക. ഒരു 12 എന്ന് ഇട്ട് കഴിഞ്ഞാൽ പൊക്കത്തുനിന്നും താഴത്തുനിന്നും ആവശ്യത്തിന് ഒരു മാർജിൻ കിട്ടും. ഓക്കെ, അങ്ങനെ ഇത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ ഈ FAQ സാധനങ്ങളൊക്കെ കുറച്ചൊന്ന് അകത്തോട്ട് കയറണം. ഓക്കെ, അങ്ങനെ അകത്തോട്ട് വരാൻ വേണ്ടിയിട്ട് എനിക്ക് കൊണ്ടുവരാവുന്ന ഒരു കൺസെപ്റ്റാണ് എന്ത്, ഈ പറഞ്ഞ ഏറ്റവും പുറത്തെ സാധനത്തിന് ഞാനൊരു P-5 എന്ന് കൊടുത്തു. അപ്പൊ എന്താണെന്ന് വെച്ചാൽ കുറച്ച് അകത്തോട്ട് ഇത് കയറി വന്നിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായോ? കണ്ടോ, ഈ അക്കോമഡേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി മനസ്സിലായല്ലോ, നമ്മളൊരു കണ്ടന്റ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴത്തോട്ടൊരു ഡ്രോപ്പ് ഡൗൺ പോലെ ഉണ്ടാവും. അപ്പോൾ ഈ അക്കോമഡേഷന്റെ അകത്ത് അക്കോമഡേഷൻ പാനൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മളൊരു ടോട്ടൽ സാധനത്തിന് ഒരു ക്വസ്റ്റ്യനും ആൻസറൊക്കെ ഉള്ള രൂപത്തിലുള്ള വരുന്നത്. പിന്നെ ഒരു അക്കോമഡേഷൻ ടൈറ്റിൽ ഉണ്ട്. ഇതിന്റെ അകത്താണ് ടൈറ്റിൽ. വാട്ട് ഈസ് ഫ്ലോബൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഈ സാധനം കണ്ടില്ലേ, ഈ പറയുന്ന വാട്ട് ഈസ് ഫ്ലോബൈറ്റ് ഈ ഹെഡിങ്, അതൊരു പ്രത്യേക ഇതുണ്ടാവും. അത് എനിക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി വെക്കണത്, അത് വരുന്നത് അക്കോമഡേഷൻ ടൈറ്റില്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അക്കോമഡേഷൻ കണ്ടന്റ് ഉണ്ട്. ഈ കണ്ടന്റിന്റെ അകത്താണ് നമ്മൾ ബേസിക്കലി കണ്ടന്റ് അടിക്കുന്നത്. ഓക്കെ, ബേസിക്കലി ഇങ്ങനെയാണ് നമുക്ക് ഓരോ പാനൽസ് ഉണ്ടാവും. ആ പാനലിന്റെ അകത്ത് ഒരു ടൈറ്റിലും കണ്ടന്റും ഉണ്ടാവും. ഈ ബേസിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ അക്കോമഡേഷൻ പ്ലാൻ ചെയ്തേക്കണം. സ്റ്റൈലുകൾ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ഇതിന്റെ ബൈ ഡിഫോൾട്ട് ടെക്സ്റ്റ് ഇപ്പോ എനിക്ക് എന്താ ടെക്സ്റ്റ് -red -500 ഇതേപോലുള്ള തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈൽവിൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അക്കോമഡേഷൻ ടൈറ്റിലാണല്ലോ മാറ്റണ്ട. ഇത് മാറിയിട്ടില്ല. അത് ചില സമയത്തുള്ള ഒരു ബഗ് ഇഷ്യൂസ് വരുന്നതാണ്.
കൂടുതൽ സമയത്ത് നമുക്കിപ്പോൾ ഈ ടെക്സ്റ്റ് കാര്യങ്ങൾ ഇപ്പോൾ ഇത് കണ്ടില്ലേ, കണ്ടന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ. കണ്ട ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടന്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് സുഖമായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള തരത്തിലുള്ള, ഇപ്പൊ കണ്ടില്ലേ ഇതേപോലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, കമ്പോണന്റ് ലൈബ്രറീസ് പഠിച്ചു. രണ്ട് തരത്തിലുണ്ട്, ജസ്റ്റ് ബ്ലോക്കുകൾ മാത്രം കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഫങ്ഷനാലിറ്റീസ് ഉള്ളത് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ഇതേപോലെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ.